ചോറും കറിയും ഉപ്പേരിയും എല്ലാം ഉണ്ടാക്കാൻ മടി പിടിച്ചിരിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരൈറ്റമാണിത്. എന്നുവെച്ചാൽ ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ കുറച്ച് ഐറ്റംസ് മതി. അപ്പോൾ നോക്കി വെക്കാം. ആദ്യം നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ചൂടായി കഴിഞ്ഞാൽ അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ നെയ്യോ ഡാൽഡ അങ്ങനെ എന്തെങ്കിലും ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഡാൽഡ ആയിട്ടുള്ള റൈസിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ആക്കി. അത് ഇഷ്ടമുള്ളവർക്ക് അതാക്കാം. പിന്നെ നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു ഉള്ളി കനം കുറഞ്ഞരിഞ്ഞാൽ നന്നാവും. പിന്നെ നമ്മളുടെ ഒരു ഇഷ്ടമല്ലേ, പിന്നെ നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ അരിഞ്ഞിട്ട് അതിലിടുക. അങ്ങനെ അത് എരിഞ്ഞ് ഒന്ന് വാടാൻ വേണ്ടി മൂടി വെക്കുക. ഇതുപോലെ കരിയാതെ സൂക്ഷിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു ഉപ്പിടണ്ട. ഞാൻ മാഗി ക്യൂബാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ മാഗി ക്യൂബ് സാൾട്ടഡ് ആയതുകൊണ്ട് ഉപ്പിട്ടിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ടിടുക. പിന്നെ ഒരു വലിയ തക്കാളിയും ഒരു ചെറിയ തക്കാളിയും അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരു 2-3 ഒക്കെ എടുക്കുക. എന്നിട്ട് ഇതേപോലെ കുക്കറൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല ഫ്ലേവർ വരും. പിന്നെ വീട്ടിലുള്ള അത്യാവശ്യം എല്ലാ പൊടികളും അതിലിടുക. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാല വേണമെങ്കിൽ അതിടാം, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ബിരിയാണി മസാല. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും ഇടാം. അപ്പോൾ ഇതാ ഈ ഒരു പരുവായി കിട്ടും. പിന്നെ അതിലേക്ക് നമ്മൾ നെയ്ച്ചോറോ ബിരിയാണിയൊക്കെ വെക്കുന്ന ഏതെങ്കിലും ഒരു അരി തട്ടി കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള ഒരു മെഷർമെൻറ്റിൽ ഒഴിച്ചു കൊടുക്കുക. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇടാം. ഞാൻ മാഗി ക്യൂബ് ഇട്ട ഇപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഓക്കെയാണ്. പിന്നെ ലാസ്റ്റ് 2 പച്ചമുളക് തണ്ടോട് കൂടെ അതിലിടാം. അപ്പോൾ അതൊരു 2 വിസിലും പിന്നെ 3ാമത്തെ വിസിൽ അടിച്ചില്ല എന്നുള്ള ഒരു ലെവലിലെത്തുന്നവരായാൽ ഓഫ് ചെയ്തിടാം. അപ്പോൾ നമുക്കതിലേക്ക് കോമ്പിനേഷനായിട്ട് മീൻ പൊരിച്ചതോ ചിക്കൻ പൊരിച്ചതോ എന്ത് വേണമെങ്കിലും ആക്കാം. ഇതിപ്പോൾ ഞാൻ തലേ ദിവസം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള CD മുള്ളൻ, അങ്ങനെ മുള്ളൻ്റെ വലിയ മുള്ളനില്ലേ, അത് പപ്പട മുള്ളൻ, CD മുള്ളൻ എന്നൊക്കെ പറയും, അതാണ്. അപ്പോൾ അതവിടെ വിസിലടിക്കുന്ന സമയം കൊണ്ട് നമുക്കിത് ഇവിടെ റെഡിയാക്കി വെക്കാം. എന്നിട്ട് നന്നായിട്ട് ആ വിസിലൊക്കെ പോയതിന് ശേഷം ഫുള്ള് എയറൊക്കെ പോയതിന് ശേഷം തുറന്നു കഴിഞ്ഞാൽ നല്ല റൈസൊക്കെ നല്ല പാകത്തിന് വെന്തുണ്ടാവും. ചെറുതായിട്ടൊന്ന് അടി പിടിച്ചിട്ടുണ്ട്, പക്ഷേ ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല. അടി പിടിക്കാതെ സൂക്ഷിക്കും. ഓക്കെ, താങ്ക് യു.